ചർച്ചയിലേക്ക് ശ്രീ കെ വി എസ് ഹരിദാസ്, വിമർശകരെ കേന്ദ്ര സർക്കാർ ഉന്നം വയ്ക്കുന്നു എന്ന ആരോപണത്തിലേക്ക് ഈ സംഭവം എത്തിച്ചേരുന്നത് NDTVക്കെതിരെ മാത്രം ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. സമാനമായ സാഹചര്യം ഇത് മറ്റ് ചാനലുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ മറ്റ് ചാനലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേ ദിവസം ഈ ചാനലുകളുടെ എല്ലാം റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലി ഏതാണ്ട് ഒന്നു തന്നെയായിരുന്നു. പേരെടുത്ത് പറയാവുന്ന ചാനലുകൾ തന്നെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് NDTVക്കെതിരെ മാത്രം നടപടിയുണ്ടായത്? ഹർഷൻ, ഇതൊരു NDTVക്ക് എതിരായ നടപടി മാത്രമായിട്ട് ഇതിനെ കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാം പത്താൻകോട്ടിലെ സംഭവവികാസങ്ങൾ മുഴുവൻ. അതിൽ NDTVക്ക് പുറമെ മറ്റേതെങ്കിലും ഒരു ചാനൽ അത്തരത്തിൽ അപകടകരമായ നിലയിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും പരിപാടി സംപ്രേഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഗവൺമെൻറ് പരിശോധിക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെത്തിയ ഒരു ആക്ഷേപം NDTVയെ സംബന്ധിച്ചാണ്. അത് അവർ പരിശോധിക്കാനായിട്ട് ഒരു ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അവരത് പരിശോധിച്ചു. NDTVയുടെ തന്നെ വിശദീകരണം തേടി. ആ വിശദീകരണം തേടുന്ന സമയത്തും തങ്ങൾ ആ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഒരു ക്ഷമ പറയാനോ ഉള്ള മര്യാദ പോലും NDTV കാണിച്ചിരുന്നില്ല എന്നത് നമ്മൾ മറന്നുകൂടാ. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന, നമുക്കറിയാം വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരാണ് അതിലുള്ളത്. ഡിഫൻസ് മിനിസ്ട്രി ഉണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്, വിദേശകാര്യ വകുപ്പുണ്ട്. അങ്ങനെയുള്ള വിവിധ മന്ത്രാലയങ്ങളിലെ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെട്ടതാണ് ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി. ആ സമിതിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കാൻ കഴിയുക ഇത്തരത്തിലൊന്ന് മാത്രമാണ്. തെറ്റ് ചെയ്തവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാസത്തേക്കുള്ള ബാനിനെ കുറിച്ചാണ് കമ്മിറ്റി ചിന്തിച്ചത്. പക്ഷെ അത് ഗവൺമെൻറ്റാണ് പറഞ്ഞത് അത് പോകരുത്, ഇതൊരു വാർണിംഗ് മാത്രമാണ്, ഒരു ദിവസത്തേക്ക് ചുരുക്കണം എന്ന നിലയിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായും അതിലേക്ക് വരാം. ശ്രീ കെ വി എസ് ഹരിദാസ്, പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതിൽ തന്നെയാണ് കാര്യം. അങ്ങനെ മറ്റ് ചാനലുകളും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന ബോധ്യം താങ്കൾക്കുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് ആ ബോധ്യം ഇല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് NDTVക്കെതിരെ മാത്രം ഈ നടപടി ഉണ്ടായതുകൊണ്ടാണ് എന്നൊരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. കാരണം NDTV തുടർച്ചയായി, NDTV ഹിന്ദി ചാനൽ NDTV ഇന്ത്യ തുടർച്ചയായി സർക്കാരിനെതിരെ രൂക്ഷമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും വിമർശനങ്ങൾ ശക്തമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ചാനലാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ NDTVക്കെതിരെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഈ നടപടിയെ വിമർശിക്കുന്ന മുഴുവൻ പേരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്. അതിലൊരു കാര്യവുമില്ല എന്നാണോ? അല്ല ഹർഷൻ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ചാനലുകൾ ഈ ഗവൺമെൻറ്റിനെ സമ്പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്? നമുക്ക് കേരളത്തിലെ ചാനലുകൾ തന്നെ മാത്രം ഒന്ന് അവലോകനം ചെയ്തു നോക്കാം, വിശകലനം ചെയ്തു നോക്കൂ. എത്ര ചാനലുകൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നുണ്ട്? ബഹുഭൂരിപക്ഷം ചാനലുകളുടെയും നിലപാട് പരസ്യമായിട്ട് BJPയെയും നരേന്ദ്രമോദിയെയും ആക്രമിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ ഒരു കാരണമായിരുന്നു ഇത് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അനവധി ചാനലുകൾക്കെതിരെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ NDTVയുടെ അന്നത്തെ സംപ്രേഷണത്തെക്കുറിച്ച് ഒരു വിശകലനം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇതിൽ ഞാൻ ഒരു സുപ്രീം കോടതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ് ഞാൻ അതിലേക്ക് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് അജ്മൽ കസബിനെ, ബോംബെ ഭീകരാക്രമണത്തിലെ കേസിലെ പ്രതിയായിരുന്നു അജ്മൽ കസൽ, അദ്ദേഹത്തിന് നൽകിയ വധശിക്ഷ ശരിവച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതിൽ പറയുന്ന ഒരു 2-3 വരികൾ ഞാൻ വായിക്കാം. ഹോൾഡിംഗ് ദാറ്റ് എനി അറ്റംപ്റ്റ് ടു ജസ്റ്റിഫൈ ദ കണ്ടക്ട് ഓഫ് TV channels by citing the right to freedom of speech and expression would be totally wrong and acceptable in such a situation. Freedom of expression, like all other freedom under Article 19, is subject to reasonable restrictions. An action tending to violate another person's right to life guaranteed under Article 21 or putting the national security in jeopardy can never be justified by taking the plea of freedom of speech and expression. ഞാനിത് പറയാൻ കാരണം
ഈ അജ്മൽ കസബിൻ്റെ കേസിൻ്റെ വിചാരണ വേളയിൽ സുപ്രീം കോടതി ഗൗരവത്തിൽ പരിഗണിച്ച ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ സുപ്രീം കോടതി വല്ലാത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും നമ്മളുടെ ഇത്തരം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നാണ് അജ്മൽ കസബിന്റെ കേസിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുമ്പോൾ അത് കൂടുതൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ പോകും എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. ഞാൻ ഈ വിഷയത്തിലേക്ക് ഈ സംഭവ വികാസങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് തിരിച്ചു വരാം. ഈ മുംബൈ ആക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങൾ തന്നെ സ്വയം വിമർശനത്തോടെ ഏറ്റുപറഞ്ഞ ഒരു സംഭവമാണ് മുംബൈ ആക്രമണം. ആ ആക്രമണം ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ പറയണമല്ലോ, അത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതാണ്. ഏതാണ്ട് 60 മണിക്കൂറിലേറെ സമയമാണ് തുടർച്ചയായി ലൈവായി ആ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണിച്ചത്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത് ശരിയായില്ല എന്ന് തന്നെ മാധ്യമങ്ങൾ പൊതുവെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മനസ്സിലാകും മാധ്യമങ്ങൾക്ക്. പക്ഷേ ഇതങ്ങനെയല്ല. അതിന് സമാനമായ സാഹചര്യം എന്ന നിലയ്ക്കാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ നിലയ്ക്ക് ലൈവായ ഒരു ദൃശ്യങ്ങൾ കാണിക്കുകയോ ലൈവായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യാവുന്ന സാഹചര്യം ആയിരുന്നില്ല പത്താൻകോട്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന്, അതായത് അത് ആ പ്രദേശത്തിൻ്റെ സാഹചര്യം ഇതാണ്, അവിടെ ഇതൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് ഈ രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ എന്ന പട്ടികയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കാനാവുക? അല്ല, ഹർഷൻ പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പത്താൻകോട്ട് സൈനിക കേന്ദ്രത്തിലെ ഡീസൽ ടാങ്ക് ഇന്ന സ്ഥലത്താണ്, MIG വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇന്ന സ്ഥലത്താണ്, ആയുധങ്ങൾ ശേഖരിച്ച് വച്ചിട്ടുള്ള ഇന്ന ഭാഗത്താണ്. ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ വിശകലനമാണ് NDTV നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഭീകരാക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തുന്നവർക്ക് നൽകുന്നൊരു ചൂണ്ടുപലകയായിരുന്നു. അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ കമ്മിറ്റി ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ സിവിലിയന്മാരുടെയോ അതല്ലെങ്കിൽ അവിടുത്തെ പട്ടാളക്കാരുടെയോ ജീവനെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയെയും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനെ ഈ NDTVയുടെ ഈ നിലപാടിനെ മാത്രം എങ്ങനെയാണ് മുന്നോട്ട് വെച്ച് പറയാൻ നമുക്ക് കഴിയുക എന്നതാണ് പ്രശ്നം. കാരണം അവിടെ ഒരു വലിയ സൈനിക താവളമാണ്. സൈനിക താവളങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണം നടക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ആ ആക്രമണങ്ങളിൽ പാളിച്ച സംഭവിക്കും, സർക്കാർ അല്ലെങ്കിൽ സൈന്യത്തിന് പാളിച്ച സംഭവിക്കുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പാളിച്ച സംഭവിക്കുന്നു എന്ന കാര്യം മാധ്യമങ്ങൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത്. NDTVയും ചെയ്തത് അതാണ്, ആ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും തന്നെ ചെയ്തത് അതാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ, ഇവിടെ വലിയ പഴുതുകൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി ഈ സർക്കാർ സ്വീകരിച്ചു എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. സ്വാഭാവികമാണ് ഹർഷൻ. ഇതിൻ്റെ തുടക്കം അവിടെ ഉണ്ടായ പത്താൻകോട്ടിലുണ്ടായ ഈ സെക്യൂരിറ്റി ലാപ്സസിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ കൂടി തന്നെയാണ്, അതിൻ്റെ തുടക്കം തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണിത്. സ്വാഭാവികമായിട്ടും ഡിഫൻസ് അതോറിറ്റീസ് അത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഉദ്യോഗസ്ഥരെ മാറ്റേണ്ടവരെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്കെതിരായിട്ട് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഞാൻ ഇക്കാര്യത്തിലൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് അപകടപ്പെടുത്തുന്ന ഒരു നീക്കത്തോടും സഹകരിക്കാനോ യോജിക്കാനോ എന്നെ കൊണ്ടാവില്ല സത്യത്തിൽ. പക്ഷേ അതേ സമയത്ത് തന്നെ ഞാൻ സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് പറയുന്നത്, സെക്യൂരിറ്റി ലാബ്സിൽ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ കൈവിട്ട് കളിക്കുന്ന കളി അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു മുന്നറിയിപ്പായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടുള്ളൂ. അത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു സൂചന തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ നടപടി ഉണ്ടാവേണ്ടതാണ്, അതിനെ വിമർശിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പത്താൻകോട്ടിലേക്ക് വന്നാൽ പത്താൻകോട്ടിൽ എന്താണുള്ളത് എന്ന് ഒരുപക്ഷെ അവിടുത്തെ മാധ്യമങ്ങളെക്കാൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെക്കാൾ കൃത്യമായി പഠിച്ചിട്ടാണ് അവിടേക്ക് ഭീകരർ വന്നിട്ടുള്ളത്. അവിടുത്തെ സൈനികർ തന്നെ അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ മുക്കും മൂലയും അറിയാവുന്നവരാണ് വന്നിരിക്കുന്ന സൈനികർ.
അവിടെ ഈ ആക്രമണത്തിൻ്റെ തുടർച്ചയായ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത്. അതിനെ എങ്ങനെ ഈ പുതിയ നിയമത്തിൻ്റെയോ കോടതി വിധിയുടെയോ സാഹചര്യത്തിൽ വിലയിരുത്താനും നടപടി സ്വീകരിക്കാനും കഴിയും? അടിയന്തരാവസ്ഥ എന്ന അവസ്ഥയിലൂടെ കടന്നു വന്നവരാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ KVS ഹരിദാസും ഞാനും. അതുകൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധിയുടെ ന്യായീകരണം എന്തായിരുന്നു? രാജ്യസുരക്ഷ തന്നെയായിരുന്നു, സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. ജയപ്രകാശ് നാരായണെതിരെയുള്ള ആക്ഷേപം അത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക, പത്രസ്വാതന്ത്ര്യത്തെ ഹനിക്കുക, മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക, അതിനൊക്കെ ഏത് ഏകാധിപത്യ ഭരണകൂടവും അസഹിഷ്ണുത ഉള്ള ഭരണകൂടം ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അല്ലെങ്കിൽ വാക്കുകളൊക്കെ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും ഓർമ്മയിലുള്ളത് കൊണ്ട് അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതൊരു രാഷ്ട്രീയമോ പാർട്ടിയോ ഒന്നുമില്ല. ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും മൗലികമായ ഒരു നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നേരത്തെ ഹർഷൻ പരാമർശിച്ചതുപോലെ 2008 മുംബൈ കമാൻഡോ ഓപ്പറേഷൻ, ഇന്ത്യൻ ടെലിവിഷൻ ആദ്യമായി അത്തരമൊരു സന്ദർഭത്തെ നേരിട്ടത് അന്നായിരുന്നു. അന്ന് 60 മണിക്കൂർ തുടർച്ചയായി ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു. അത് കമാൻഡോ ഓപ്പറേഷൻ്റെ വിജയകരമായ പരിസമാപ്തിയെ തടസ്സപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് മറ്റുള്ളവർക്കെന്ന പോലെ മാധ്യമങ്ങൾക്കും അന്നുണ്ടായി. അതിനെ തുടർന്നാണുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ചത്. അപ്പോൾ ഒരു പരാതി വന്നാൽ ആ അതോറിറ്റിയെ സമീപിക്കാമായിരുന്നു. അത് ചെയ്യാതെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ, അത് ഇന്റർ മിനിസ്റ്റീരിയൽ എന്നൊക്കെയുള്ള നല്ല മജസ്റ്റിക് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും ഉദ്യോഗസ്ഥന്മാർ ചേർന്നിരുന്ന് ഒരു തീരുമാനമെടുത്ത് ഒരു ദേശീയ ടെലിവിഷൻ ചാനലിൻ്റെ സംപ്രേഷണം 24 മണിക്കൂർ ആണെങ്കിൽ പോലും തടയാൻ കഴിയുന്ന അവസ്ഥ, അത് വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. മുംബൈയിലെ കമാൻഡോ ഓപ്പറേഷൻ ലൈവായി ടെലികാസ്റ്റ് ചെയ്തതുമായി പത്താൻകോട്ടിലെ ലൈവ് ടെലികാസ്റ്റ് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം പത്താൻകോട്ടിൽ സൈനിക നടപടി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ടെലിവിഷൻ റിപ്പോർട്ടറോ OB വാനോ അവിടെ ഉണ്ടായിരുന്നില്ല. NDTV ചില വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു. ആ വാർത്തയ്ക്കൊപ്പം നേരത്തെ എടുത്ത ദൃശ്യങ്ങളും കാണിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങൾ, അവിടെ എവിടെയാണ് സ്കൂള്, എവിടെയാണ് സിവിലിയൻ ജനവാസമുള്ളത്, എവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആവണമല്ലോ അവിടെ ആക്രമിക്കാൻ വന്നത്. NDTV ചാനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലോ കണ്ടതിന് ശേഷം അല്ല പാകിസ്ഥാനിലിരിക്കുന്നവർ ആ പത്താൻകോട്ട് ആക്രമണം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ദേശസുരക്ഷ, ദേശസ്നേഹം, ദേശാഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സ്വാതന്ത്ര്യങ്ങളെ നിഷേധിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനുള്ള പരിശ്രമം അത് BJP നടത്തുമ്പോഴാണ്. പ്രത്യേകിച്ച് BJPയും ഒക്കെ 75 അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പാർട്ടികളാണ്. നടക്കുമ്പോൾ നമുക്ക് വല്ലാതെ ആശങ്കയും ഭയവും തോന്നുന്നുണ്ട്. ശ്രീ M. ലിജു, ഇതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ദേശസ്നേഹത്തിൻ്റെയും രാജ്യസുരക്ഷയുടെയും ഒക്കെ തലത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ക്ലച്ച് പിടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. മുമ്പും ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളോട് എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിനപ്പുറത്ത് സംഘപരിവാർ പൊതുവെ സ്വീകരിക്കുന്നത് എന്ന് പല ആവർത്തി പല അനുഭവങ്ങളിലൂടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ ആക്രമണങ്ങളുടെ സ്വഭാവത്തിലാവാം, അത് ചിലപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഒരു വിലക്കില്ലാതെ തന്നെ എങ്ങനെ ഇടപെടാം എന്നത് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് സംഘപരിവാർ. ആ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഇതിനെ വിലയിരുത്താമോ? തീർച്ചയായും ദേശീയ മാധ്യമങ്ങളെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും അന്ധമായി പിന്തുണയ്ക്കുകയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപമാനിക്കാനും പ്രത്യേകിച്ച് അവരുടെ ഒരു വാദഗതികൾ പോലും അവതരിപ്പിക്കാൻ സ്പേസ് കൊടുക്കാത്ത തരത്തിൽ അർണാബ് ഗോസ്വാമിയെ പോലെയുള്ള അന്ധമായ മോഡി ഭക്തരുടെ ഒരു നിരയെ നമുക്ക് ദേശീയ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അതല്ല, നിഷ്പക്ഷമായ കാര്യങ്ങൾ വിലയിരുത്തുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകനെയും കാണാൻ സാധിക്കും. NDTV അത്തരത്തിലുള്ള ഒന്നാണ്. വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുകയും അനുകൂലിക്കേണ്ട സമയത്ത് അനുകൂലിക്കുകയും ചെയ്യുന്ന നിഷ്പക്ഷമെന്ന് തോന്നുന്ന ഒരു മാധ്യമം. ഇവിടെ ഇവർക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, ഏകദിന വിലക്ക്, അപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പല കാരണങ്ങളും ഒട്ടും വിശ്വസനീയമല്ല. ഒന്നാമത്തെ കാര്യം,